ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവഴുത്തിലെ ചില ഭാഗങ്ങൾ മാത്രം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുമെന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സുവിശേഷമെന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തു തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പരസ്പര സ്നേഹവും ആണ് സുവിശേഷമെന്ന് പറയുന്നത്. തീർച്ചയായും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർക്ക് യേശുക്രിസ്തുവുമായി ബന്ധം സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അത് തന്നെ ആയിരിക്കും. കാരണം നാം ഇന്ന് അന്വേഷിച്ച് നടന്നിട്ടും നമുക്ക് ലഭിക്കാത്തതായ സമാധാനവും സ്നേഹവും യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഉറപ്പ്. ഇങ്ങനെ പറയുവാൻ കാരണം, ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിൽ ഈ ലോകത്തായിരിക്കുമ്പോൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. വിവിധ പരീക്ഷകളിൽ മനുഷ്യൻ എപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നതാണ് അധികവും. വിജയ ശതമാനമെന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ നാം സ്വയം വിജയിക്കുന്ന ചില കാര്യങ്ങളും അത് 2-3 മണിക്കൂർ സമയം മാത്രമേ സമാധാനം നമ്മളിൽ നിലനിൽക്കൂ. പിന്നെയും നമ്മൾ പഴയ മനുഷ്യനായി ഉണർന്നത്. നമ്മുടെ പ്രശ്നം നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നുമില്ല. അത് നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ അപ്രകാരം ഒരു മനുഷ്യൻ എപ്പോഴും പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കാതിരിക്കുവാൻ, എപ്പോഴും പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ടു പോകുന്നവൻ ആകാതിരിക്കുവാൻ, ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പോരാടുമ്പോൾ അവിടെ വിജയം കണ്ടെത്തുവാനും അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്തും അനുഗ്രഹവുമായി തീരുവാനും ആണ് യേശു ഈ ഭൂമിയിൽ വരുന്നതും 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യവർഗത്തിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കു വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടതേ എന്നും നാം തിരിച്ചറിയപ്പെട്ടു. കാരണം ഞാനൊരു ഒത്തുതീർപ്പിനെ പറ്റി പറയാം. വളരെ വിചിത്രമായ ഒരു ഒത്തുതീർപ്പൊന്നുമല്ല. ഏതൊരു മനുഷ്യനാണെങ്കിലും ആ ഒത്തുതീർപ്പിനെ 100% സ്വാഗതം ചെയ്യും എന്നുള്ളതാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ആ ഒത്തുതീർപ്പ് ഇപ്രകാരമാണ്. പരീക്ഷകൻ യേശുവിനെ 2 പ്രാവശ്യം പരീക്ഷിച്ചു.
2 പ്രാവശ്യം പരീക്ഷിച്ചത് യേശുവിനെ 40 ദിവസത്തെ ഉപവാസവും ഒതുക്കിയെടുത്ത് വിശന്നിരിക്കുകയാണ് എന്ന പരീക്ഷകന് മനസ്സിലായപ്പോൾ ഭക്ഷണമോ വെള്ളമോ ലഭിക്കുകയില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുചെന്ന് യേശുവിനോട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കുക എന്ന്. അപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഭക്ഷണമെന്ന് പറയുന്നത് ദൈവം നമുക്ക് കരുതിയിട്ടുള്ളതാണ് ഈ ഭൂമിയിൽ. അത് മറ്റാരുമല്ല നമുക്ക് വേണ്ടി ഇവിടെ മുന്നമേ കരുതി വെച്ചത്. അത് ദൈവം തൻ്റെ മനുഷ്യന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, അവരുടെ ആഹാരത്തിന് വേണ്ടി കരുതിയിരിക്കുന്നതാണ് ഭക്ഷണം. ആ ഭക്ഷണമില്ലാത്ത സ്ഥലത്ത് ചെന്നപ്പോഴാണ് യേശുവിനോട് പറയുന്നത്, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കുക എന്ന് പറഞ്ഞെന്നാൽ ദൈവത്തിൻ്റെ കരുതലിനെ നാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പരീക്ഷകൻ പറയുന്ന കാര്യം ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഇവിടെ പരീക്ഷകൻ മറ്റൊരു കാര്യം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. യേശുവിനെ കൊണ്ട് എപ്രകാരമെങ്കിലും ഒരത്ഭുതം പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ യേശു ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ പരീക്ഷകൻ പറയും, നീ സ്വയം രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവം തന്നെയാണ്. അപ്പോൾ യേശു ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് മനുഷ്യനായിട്ടുമാണ്. അങ്ങനെ വരുമ്പോൾ ദൈവം പ്രവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ യേശുവിന് പ്രവർത്തിക്കുവാൻ കഴിവുണ്ടെങ്കിലും ഇവിടെ പരീക്ഷകൻ പറയുന്ന കാര്യത്തിന് യേശു അവിടെ അംഗീകാരം കൊടുക്കുകയോ പരീക്ഷകരോട് ചേർന്ന് അവൻ്റെ ഉപദേശം സ്വീകരിക്കുകയോ അല്ലായിരുന്നു ചെയ്തത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഇത്തരം അനേകം സംഭവങ്ങളുണ്ടാകും, പരീക്ഷകളുണ്ടാകും. അതിനൊക്കെയും നാം വിജയിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഇവിടെ പരീക്ഷകനോട് പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കാം. അപ്രകാരമാകുമ്പോൾ പരീക്ഷകൻ അവിടെ പരാജയപ്പെട്ട് മാറുകയല്ല. രണ്ടാമത് ഒരു പരീക്ഷണം കൂടി യേശുവിൻ്റെ മേൽ ഏൽപ്പിക്കുകയാണ്. അവിടെ പരീക്ഷകൻ യേശുവിനോട് പറഞ്ഞത്, നീ ഈ പള്ളിയുടെ അഗ്രത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുക, ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്റെ കാല് കല്ലിൽ തട്ടാതെ നിന്നെ സൂക്ഷിക്കും എന്നായി. അപ്പോൾ ഈ കോട്ടയം പട്ടണത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പോൾ പരീക്ഷകൻ പറഞ്ഞത് പള്ളിയുടെ അഗ്രത്തിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് ചാടുവാൻ. ഇപ്പോഴതൊരു അനാവശ്യമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഏതൊരു മനുഷ്യനും വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടിക്കഴിഞ്ഞെന്നാൽ ആ മനുഷ്യൻ മരിച്ചു പോകുവാനിടയുണ്ട്, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ കാലും കൈയുമെല്ലാം ഒടിഞ്ഞു തകർന്ന് കിടക്കുവാനും ഇടയുണ്ട്. അപ്പോൾ നമ്മളൊക്കെയും അനാവശ്യമായ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടി നമ്മുടെ ജീവിതവും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതവും നമ്മുടെ സ്വാതന്ത്ര്യവുമൊക്കെ പൂർണ്ണമായും നശിപ്പിച്ച് മാറി നമ്മുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ട് നാം കഴിയേണ്ടി വരും എന്നുള്ളതാണ് രണ്ടാമത്തെ പരീക്ഷണത്തിൽ കൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ മനുഷ്യൻ അനാവശ്യമായ ഒരു കാര്യങ്ങളിലേക്കും എടുത്തു ചാടരുത്. അങ്ങനെ മനുഷ്യൻ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുമ്പോൾ ആ വ്യക്തി മാത്രമല്ല നശിക്കുന്നത്, ആ വ്യക്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരും ആ കൂടത്തിൽ നശിച്ചു പോകും എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ രണ്ട് പരീക്ഷണങ്ങളും പരാജയപ്പെട്ടപ്പോൾ പരീക്ഷകൻ മൂന്നാമതായി യേശുവിനോട്
ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുമായിട്ടാണ് എത്തിയത്. യേശുവിൻ്റെ അടുത്ത് വന്നതെന്നുകൊണ്ട് പറഞ്ഞത്, യേശുവേ നീ എൻ്റെ കൂടെ വാ. അങ്ങനെ യേശുവിനെയും കൂട്ടി ഏറ്റവും ഉയർന്ന ഒരു മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് യേശുവിനോട് പറഞ്ഞു, ലോകത്തുള്ള സകല രാജ്യങ്ങളും യേശുവിനെ കാണിച്ചതിന് ശേഷം പരീക്ഷകൻ പറഞ്ഞത്, ഈ സകല ലോകവും എൻ്റേതാണ്, എൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്, എനിക്കുള്ളതാണ്. എന്നാൽ ഒരു കാര്യം, ഒരു വ്യവസ്ഥ, ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ നമുക്ക് വെക്കാം. നീ എന്നെ ഒന്ന് കുനിഞ്ഞ് നമസ്കരിച്ചാൽ ഈ ലോകത്തിൻ്റെ മഹത്വം മുഴുവൻ ഞാൻ നിനക്ക് തരാം എന്നായിരുന്നു പരീക്ഷകൻ യേശുവിനോട് പറഞ്ഞു. ലോകത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെന്ന് മനുഷ്യൻ തമ്മിലടിക്കുന്നതും മറ്റുള്ളവരെ നശിപ്പിക്കുന്നതും മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കുന്നതും അങ്ങനെ നാശത്തിൻ്റെതായ സകല കാര്യങ്ങളും സംഭവിക്കുന്നത് ഈ ലോകത്തിൻ്റെ മഹത്വം മുഖാന്തരമാണ്. ആ മഹത്വം സ്വന്തമാക്കുവാൻ വേണ്ടിയാണ്. ആ മഹത്വം മറ്റാർക്കും കൊടുക്കാതെ അത് മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടിയാണ് എന്ന് ഈ പരീക്ഷയിൽ കൂടി കാണുവാൻ കഴിയും. ഇപ്പോഴിതൊരു ഒത്തുതീർപ്പാണ്. ആരാണെങ്കിലും അംഗീകരിക്കും. ഒന്ന് നമസ്കരിച്ച് കഴിഞ്ഞെന്നാൽ ഭൂമിയിലുള്ള സകല സമ്പത്തും ആ നമസ്കരിക്കുന്ന ആളിന് ലഭിക്കുകയാണ്. മറ്റല്ലാതെ മറ്റ് യാതൊരു ഉടമ്പടികളോ അല്ലെങ്കിൽ മറ്റ് യാതൊരു നിബന്ധനകളോ ഇല്ല. ഒന്ന് നമസ്കരിക്കുക മാത്രം ചെയ്താൽ. ഇപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കോംപ്രമൈസുകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം ചിന്തിക്കേണ്ടതുണ്ട്. അത് നമ്മളെ തകർത്ത് കളയുവാനും നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതെല്ലാം നശിപ്പിച്ച് കളയുവാനും നമ്മുടെ ജീവിതം തന്നെ എന്നേക്കുമായി നശിപ്പിച്ച് കളയുവാനുമുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നാം ചിന്തിച്ചു കൊള്ളണം. ഞാൻ എന്നെപ്പോലെയുള്ള മറ്റൊരു സഹോദരനെ ഉപദ്രവിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ ജീവനെ എടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദോഷം വരുന്നതായ പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരം കോംപ്രമൈസുകൾ അല്ലെങ്കിൽ ഒത്തുതീർപ്പുകൾ പരീക്ഷകനായവൻ നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നത് എന്ന് നാം ഓർക്കാതെ പരീക്ഷകന് കീഴടങ്ങിക്കൊണ്ട് പരീക്ഷകൻ പറയുന്നത് അംഗീകരിക്കുകയും അവൻ വെച്ച് നീട്ടുന്നത് വാങ്ങിക്കുകയും ചെയ്താൽ തീർച്ചയായും പ്രിയമുള്ളവരെ, നാം മാത്രമല്ല നശിച്ചു പോകുന്നത്, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരും നശിച്ചു പോകും. ആയതിനാൽ ഇത്തരം പരീക്ഷകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നും എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കും. അത്തരം പരീക്ഷകളിൽപ്പെട്ട് മനുഷ്യൻ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ പരീക്ഷകളെയെല്ലാം നേരിട്ടതും അതിനെ ജയിക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് തരുകയും ചെയ്തത് എന്ന് നാം വിസ്മരിച്ച് കളയരുത്. അതിനാണ് പ്രിയമുള്ളവരെ പറയുന്നത് തിരുവചനം, മാനവരാശിയുടെ മുഴുവൻ ആത്മാവിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് കൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, ആ ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ ഒരു പരീക്ഷകനും നമ്മളെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. കാരണം നമ്മൾ വെളിച്ചമുള്ള വഴിയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്, ഇരുട്ടിൽ കൂടിയല്ല യാത്ര ചെയ്യുന്നത്. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നമുക്ക് തിരിച്ചറിയുവാൻ മറ്റ് യാതൊരു മാർഗവുമില്ല. അതിന് ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആ ദൈവം നമുക്ക് കാട്ടിത്തരുന്ന ആ വെളിച്ചം മാത്രമേ നമ്മളെ തകർത്ത് കളയുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയുവാൻ വരുന്ന പരീക്ഷകനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ആയതിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇവിടെ ആയിരിക്കുന്ന എല്ലാ വ്യാപാരികളെയും വാഹനമോടിക്കുന്നവരെയും എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരെ എല്ലാവരും നല്ല സമ്പത്തും സമാധാനവുമുള്ളവരായി ദൈവം കാത്തുപരിപാലിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു.